ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിട്ട് വരണേ. താങ്ക് യു. കേരളത്തിലത്തെ ആദ്യത്തെ ഗാലറിയാണ് ഈ സിറ്റി സെറാമിക്സിൽ. വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ടൈൽസിന്റെ ഈ ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ അതൊറ്റ ടൈലാന്ന് വിചാരിച്ചേ. ഒരു ആമസോൺ കാട്ടിൽ പോയ പോലെ. 72 രൂപയാണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റിന് വരണുള്ളൂ. ഇത്രയും വലിയ ടൈല്. നമ്മുടെ ചാനൽ കാണുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്. ഉള്ള ഡിസ്കൗണ്ട് കൂടാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ തൃശ്ശൂർ സിറ്റി സെറാമിക്സിൻ്റെ 16ാം വാർഷിക ആഘോഷം പ്രമാണിച്ച് നമ്മളിവിടെ ഒരു 3 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റി സെറാമിക്സ് എവിടെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. തൃശ്ശൂർ ചിയാരം ആൽത്തറ ജംഗ്ഷനിൽ. ഇത് നമ്മുടെ ചിയാരം കുറുക്കഞ്ചേരി റോഡാണ് കേട്ടോ. അത് കുറുക്കഞ്ചേരി സെൻറ്ററിലേക്ക് എത്തും. ചേട്ടനെ കണ്ടുപോകും. അപ്പോൾ അവിടുത്തെ ആൽത്തറ ജംഗ്ഷനിലാണ് ഈ ഷോപ്പ് ഉള്ളത്. കേരളത്തിലത്തെ തന്നെ ഏറ്റവും വലിയ ഷോറൂമുകളിലൊന്നാണ്. ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂമിലൊന്നാണ്. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് 3 മാസങ്ങൾക്ക് ശേഷം. 3 മാസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 15 മുതൽ ജനുവരി 31 വരെ ഇവിടുത്തെ 16ാം വാർഷികം പ്രമാണിച്ചിട്ട് ഈ ഒരു 3 മാസ കാലയളവിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നറുക്കെടുക്കുന്നവർക്ക് സ്കൂട്ടർ, ഐഫോൺ, വാഷിംഗ് മെഷീൻ, കുറേ സമ്മാനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 1-ാം തീയതിയാണ്. അവർ കൃത്യമായിട്ട് വാക്ക് പാലിച്ചു. ജനുവരി 31 വരെ പർച്ചേസ് ചെയ്തവരുടെ പേര് വിവരങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ 1-ാം തീയതി തന്നെയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുകയാണ്. 1. രണ്ടാമതായിട്ട് ക്രിയൻസ എന്ന് പറയുന്ന പുതിയൊരു ടൈൽസിൻ്റെ ഷോറൂമിൻ്റെ ഒരു ഗാലറിയുടെ ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ തന്നെ വേറെ ഏതോ ആളുകളാണ് കേട്ടോ. വലിയ VIP-കളാണ്. അപ്പോൾ അവർ വരും. അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കണത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം തന്നെ ആ ക്രിയൻസയുടെ ഗാലറിയുടെ ഇനോഗ്രേഷൻ നടക്കും. പിന്നെ സരിത അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരും ചെയ്യും. ഏത് ടൈൽസ് പിന്നെ നറുക്കെടുപ്പുണ്ട്. അപ്പം അതാണ് ഇപ്പം നടക്കണേ. നറുക്കെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മാനം കൊടുക്കണത് വേറെ ദിവസമായിരിക്കും. അതായത് ആരൊക്കെ കിട്ടിയേക്കണേന്ന് അവരെ അറിയിക്കണമല്ലോ. അപ്പം അതിന് അവർക്ക് വരാനുള്ളൊരു കാലയളവ്, ഒരു സമയം മിക്കവാറും അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും 10-ാം തീയതി. അത് അന്ന് ഞങ്ങൾ വീണ്ടും വരും. എന്നിട്ട് ആ സമ്മാനം കൊടുക്കണതും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ വീഡിയോ ഇടുക. നല്ലൊരു ക്ലാസ് അപ്പോൾ ആ ഗാലറി ക്രിയൻസയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇനി നറുക്കെടുപ്പാണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ 1-ാം സമ്മാനം എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് അതിങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്നത്. ആർക്ക് പോവാം നോക്കിയിട്ട് നമ്മുടെ 3-ാം സമ്മാനം വരുന്നത് വാഷിംഗ് മെഷീൻ ആണ്. നമ്മുടെ 4-ാം സമ്മാനം വരുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണ്. 5-ാം സമ്മാനം വരുന്നത് റെഡ്മി 30. അജോസ് വേൾഡിലെ ഫാമിലി എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടുപേരും കൂടി കഴിക്കാം. എനിക്ക് തോന്നുന്നു 2 പേർക്കും അവസരങ്ങൾ കൊടുക്കാം. ആദ്യം ചേട്ടൻ എടുക്കട്ടെ, അതിനുശേഷം ജോബി വർഗീസ് ചാലക്കുടി 10,235. സക്കറിയ 11,084. Thank you. Good evening.
ചേട്ടനാ ചായ? എനിക്ക് ചായ. ഒടുവിൽ ഞാൻ ചായ കുടിച്ചു. അവിടെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ നല്ല ചായ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ അവിടെ കഴിക്കാനുണ്ടല്ലേ? പോയി കഴിച്ചോ. താങ്ക് യു. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ 3 മാസം മുമ്പ് ഒരു സമ്മാന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ക്രിയൻസ എന്ന് പറയുന്ന ടൈൽസിൻ്റെ കേരളത്തിലത്തെ ആദ്യത്തെ ഗാലറിയാണ് ഈ സിറ്റി സിറാമിക്സിൽ. വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ടൈൽസിൻ്റെ ഈ ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ കൂടി ഇവിടെ നടന്നു. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ഈ ക്രിയൻസ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറായിട്ടുള്ള സൗരവ് സാറാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പേര് രഞ്ജിത്ത് എന്നാണ് പേര്. ഈ സാർ ആണ് കേരളത്തിൻ്റെ ഹെഡ് ക്രിയൻസയുടെ അല്ലേ? ആ പിന്നെ ഇദ്ദേഹം സൗത്ത് ഹെഡ് ജോയൽ. സൗത്ത് ഇന്ത്യയിലത്തെ അപ്പോൾ ഇദ്ദേഹമാണ് ഈ സാറിൻ്റെ ഫുൾ നെയിം സൗരവ് മന്ത്രി. അപ്പോൾ സാറാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഈ ടൈൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ കേരള ഹെഡായിട്ടുള്ള നമുക്ക് പറഞ്ഞു തന്നു. ഇനി കേരള ഹെഡായിട്ടുള്ള രഞ്ജിത്ത് സാർ അല്ലേ? രഞ്ജിത്ത് സാർ പറഞ്ഞു തരും. അപ്പോൾ ടൈൽസ് ഇപ്പോൾ കുറേ ബ്രാൻഡുകളുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ ക്രിയൻസ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി? ക്രിയൻസ നമുക്ക് ഇപ്പോൾ മാർക്കറ്റുള്ളിൽ ഒരു പുതിയ പ്രൊഡക്ട്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ്. അതിൽ മോഡേൺ ടെക്നോളജി ഉണ്ട്, പുതിയ ഇന്നോവേഷൻസ് ഉണ്ട്, ഒരു പുതിയ പാറ്റേൺസ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറേ മറ്റ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ തരാനുണ്ട്. അതാണ് നമുക്ക് അട്രാക്ഷൻ കൂടുതൽ വരുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ബാത്റൂം കൺസെപ്റ്റ് ആയാലും ഫ്ലോറിംഗ് കൺസെപ്റ്റ് ആയാലും അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഷോവാൾ ഏരിയ, സിറ്റ് ഔട്ട്, അതിനെല്ലാം സ്പെഷ്യലായിട്ട് നമുക്ക് കുറേ പ്രൊഡക്ട്സ് നമുക്ക് റേഞ്ചസ് ഉണ്ട്. അത് നമുക്ക് ഇതിൽ മൊത്തം ഈ നമ്മൾ സ്റ്റുഡിയോ നമ്മൾ കവറപ്പ് ചെയ്യുമ്പോഴത്തേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഇതിന്റെ എന്താണ് അതിന്റെ ഡിഫറൻഷിയേഷൻ നമ്മൾ പറയുന്നത്. അതാണ് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് വ്യൂ ആയിട്ട് അതിന്റെ ഇത് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിന് വ്യക്തമാവും. കാണുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. മറ്റ് ടൈൽസിനെ അപേക്ഷിച്ച് ഇതിന് എന്തൊക്കെ ഓരോന്നും ഓരോ ടൈലും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഒരു പാറ്റേൺ കണ്ട് അടുത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ ഞാൻ ടെക്നിക്കലി പറഞ്ഞ ഇത് ഡബിൾ ഡിജിറ്റൽ ടെക്നോളജിയാണ്. പക്ഷെ നമുക്ക് അത് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റുന്നതല്ല. അത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ഇതാണ്. പക്ഷെ ഇത് നമുക്ക് ഓരോ ഇത് ടച്ച് ആൻഡ് ഫീൽ ഇതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ 4 ഫിനിഷാണ് ഒരു ടൈൽ നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് ഇതിൽ വരുന്നത് റസ്റ്റിക് ഫിനിഷ് വരുന്നുണ്ട്, ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്, മാറ്റിക്. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരൊറ്റ ഗ്ലോസി ഫിനിഷ് മാത്രമായിരുന്നു നേരത്തെ നമുക്ക്. അപ്പൊ അതുപോലുള്ള കുറെ വെറൈറ്റി ഒരു ടൈലിൽ തന്നെ അങ്ങനെ കാണിക്കാം. അതെ, അതായത് നമുക്കിപ്പോ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ടൈൽസ് പറയുന്നത് ഒരു ഗ്ലോസി മാറ്റ് ഫിനിഷ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഈ ടൈൽസിനെ കുറിച്ചിട്ട് അത്യാവശ്യം നോളജ് ആയി തുടങ്ങി. ഇത് അപ്പോൾ ഒരു ടൈൽ എന്ന് പറയുമ്പോൾ ആ ടൈല് ചിലപ്പോൾ ഒന്നുകിൽ മൊത്തം ഗ്ലോസി ആയിരിക്കും അല്ലെങ്കിൽ മൊത്തം മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു ടൈലിൽ തന്നെ ഗ്ലോസിയും മാറ്റും പിന്നെ കുറച്ച് ഗ്ലിറ്ററിംഗ് ഒക്കെ വരുന്നുണ്ട്. റസ്റ്റ് ഫിനിഷ് വരുന്നുണ്ട്. അതെ, ചില പൂക്കൾക്ക് മാത്രം ഒരു തിളക്കുണ്ട് അല്ലേ? ചിലതിനില്ല. അങ്ങനെ നാച്ചുറൽ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അത് മാത്രമല്ല നമ്മളിപ്പോ 2 ടൈലാണ് ശരിക്കും നമുക്ക് ദൂരം ഒറ്റ ടൈലായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ. കാരണം ഇത് ജോയിന്റ്സ് വളരെ ഞാൻ അത് ഒറ്റ ടൈലാന്ന് വിചാരിച്ചേ. ഇത് 2 ടൈൽസ് ഉണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഇത് ജോയിന്റ് പോകുന്നുണ്ട്. പക്ഷെ ജോയിന്റ് പോലും അറിയില്ല. മേക്കിംഗ് ഇതിന്റെ. അപ്പൊ മൊത്തം ഒരു ഫ്ലോറ് മൊത്തം ഒരൊറ്റ ടൈലിട്ട പോലെ തോന്നി. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വാളിലേക്കാണ്. ബാത്റൂം വാളിലേക്ക് ഹൈലൈറ്റർ ഡെക്കേഴ്സ് ആയിട്ടുള്ള നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഇത് ഇത്രയും ഫിനിഷ് വരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് വാളായിട്ടാണ് ഇത് ഉപയോഗിക്കുക. അതാണ് ഈ ടൈപ്പ്. പിന്നെ അതുപോലെ ഇതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഓൾമോസ്റ്റ് വാൾട്ടൈൽ പർപ്പസിനായിട്ടുള്ള നമുക്ക് ഇത്രയും ഒരു ഹെവി നമ്മൾ ക്രൗഡ് ലൈറ്റ് ഡിസൈൻസ് കൂടുതലായിരുന്നു നമ്മൾ ഫ്ലോറിലേക്ക് അങ്ങനെ പോകാറില്ല. ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും കൂടുതൽ പോകാം. പക്ഷേ ഇത് മാത്രമാണ് നമുക്ക് ഫ്ലോറിലേക്ക് പോകാം. ഇത് ഇങ്ങനത്തെ ഹൈലൈറ്റർ കൺസെപ്റ്റ് ആയിട്ടാണ് ഇത് പോകാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ അതിലേക്ക് പോകുമ്പോഴും നമുക്ക് ഇതെല്ലാം കഴിയും. അതിൽ തന്നെ ഒരു ഡിഫറെന്റ് പാറ്റേൺ വരുന്നതാണ്. ഇതിലും എല്ലാം ഒരു ചെറിയ ഒരു സർഫസ് വ്യത്യാസമുണ്ട്. ഇതിൽ ഷൈനസ് വരുന്നുണ്ട്. നമുക്ക് ആ ലൈറ്റിംഗ് വരുന്നതനുസരിച്ചാണ് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു ഗ്ലോസ്ലെസ് എഫക്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിലും ടെക്സ്റ്റേഴ്സ് പല ടെക്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതിൽ മാറ്റുണ്ട്,
ഗ്ലോസി എഫക്റ്റ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ ആ ഡിസൈൻസും ഇത് മൊറോക്കൻ ഡിസൈൻ എന്ന് പറയുന്നത് അല്ലേ? ഡിസൈൻസ് ഒരുപാട് വെറൈറ്റി ഉണ്ട്. വെറൈറ്റി കുറേ ഉണ്ട് കേട്ടോ മൊറോക്കൻ കുറേ ഡിസൈൻ. വെറൈറ്റീസ് നമുക്ക് ഇതിലുകൊണ്ട് നമുക്ക് കുറേ അധികം ഡിസൈൻസ് ആണ്. ഇത് കൂടുതലും നമുക്ക് മറ്റേ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള ചെറിയ കഫേസ് ഇതിലൊക്കെ നമുക്ക് ലാർജ് വോളിയം നമ്മുടെ നിന്ന് പോകുന്നതാണ്. അത് ഓരോ ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തർ സെലക്ട് ചെയ്യും. ഒക്കെ വോൾട്ടൈൽ തന്നെ. ഇത് ഇപ്പോൾ ഫ്ലോർ, ഇത് ഫ്ലോർ ആണല്ലേ? ഈ ഫ്ലോർസ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ട്രെൻഡ് കഫേസിലൊക്കെ ഇത് സജസ്റ്റ് ചെയ്യാറ്. നല്ല രസമുണ്ട്. അതിലെല്ലാം നമ്മൾ ലൈറ്റിംഗ് വരുമ്പോൾ കണ്ട. പിന്നെ ഇതിലിപ്പോൾ ഇത് വരുന്നത് ഇത് കണ്ട കണക്ട് ചെയ്യണം അടുത്തയിലേക്ക്. അങ്ങനെ ഇതിന്റെ ബാക്കി വരുമ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇതിലുപോലെ തന്നെ ഉണ്ട് ടെക്സ്ചർ ഫിനിഷ്. ഇതിൽ തന്നെ ഇതാണ് എന്താ പഞ്ചോ അങ്ങനെ എന്തോ പേര് പറഞ്ഞത്. ഈ ടൈപ്പിന് നോക്കുമ്പോൾ കണ്ടോ. യെസ്, ചില ടൈൽസിന് മാത്രം ലൈറ്റ് അടിക്കുമ്പോൾ ബാത്റൂമിൽ വെക്കുമ്പോൾ പ്ലെയിൻ കൂടുതൽ ഇത് യൂസ് ചെയ്യും. ഇത് ഹൈലൈറ്റ് പാർട്ടായിട്ട് യൂസ് ചെയ്യും. ടൈൽസിൽ ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ മോഡലുകളും വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അത് നമുക്ക് എപ്പോഴും ഒരു അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇപ്പോൾ ആർക്കിടെക്ട്സ് ആയാലും നമ്മൾ ഇന്റീരിയർ ഡിസൈനേഴ്സ് എല്ലാവർക്കും അപ്ഡേഷൻ ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ കമ്പനികളും പല കമ്പനികളും പല രീതിയിൽ അപ്ഡേഷൻ വരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ടൈൽസൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കണ്ടില്ലേ? ഇനി ബാത്റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡിസ്പ്ലേകൾ കാണാം ഇവിടെ. ഇതിപ്പം എത്ര തരം ടൈൽസാ? ഇത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ബാത്റൂം മോഡലിൽ തന്നെ ഒരു ഇത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ ഇത് ഹൈലൈറ്റർ എവിടെ പ്ലേസ് ചെയ്യുന്നു, ലൈറ്റ് എവിടെ പ്ലേസ് ചെയ്യണം, അതുപോലെ തന്നെ ടേബിൾ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഇത് 2 ടൈല് കട്ട് ചെയ്തിരിക്കുന്നതാണ്. ചെയ്ത് വരുമ്പോഴത്തേക്കും അറിയില്ല കട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അതെ, പിന്നെ ഇതിന്റെ സർഫസും ഉണ്ട്, ഒരു സെമി മാറ്റൽ സർഫസ് ആണ്. ഇതിപ്പോൾ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ വാൾ തന്നെ സെയിം നമുക്ക് ഇത് ഫ്ലോർ യൂസ് ചെയ്യാം. 2 ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം, ഫ്ലോർ ആൻഡ് വാൾ. ഇങ്ങനെ ഓരോ ഡെക്കറേറ്റീവ്. കുറച്ച് വർഷം മുമ്പ് വരെ ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഇതായിരുന്നു ബാത്റൂംസ് ഒക്കെ. ഇപ്പോൾ നമുക്ക് ഈ ബാത്റൂം ഇങ്ങനെ വരും അങ്ങനെ വരും ഹൈലൈറ്റ് ചെയ്ത് വരും എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു തരം ടൈല്, ഇത് വേറെ ടൈപ്പ് ടൈല്. ഈ സെയിം വോളുമേ വെച്ചിരിക്കുന്ന ടൈല് തന്നെയാണ് ഫ്ലോറിലും കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അത് തന്നെയാണ് ഈ ഇവിടെ ടേബിള്. ഇത് എന്താ പറയുക, വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വാളിലേക്ക് ഗ്ലോസി യൂസ് ചെയ്യും, താഴത്തേക്ക് മാറ്റ് ഫിനിഷ് ചെയ്യും. നമുക്ക് മൊത്തം അതെ. ഇനി ഇതുപോലെ വേറെ ടൈപ്പ്. അതുപോലെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പഞ്ച് ഫീൽ വരുന്നത്. ഇനി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഇനിയാണ് ഈ പഞ്ച് എന്ന് പറയണ കേട്ടാ. ഇങ്ങനത്തെ ടൈപ്പ് പഞ്ച് ഫീൽ ആണെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു സ്മൂത്ത് ഫിനിഷ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ല റസ്റ്റിക് അല്ല. നമ്മൾ ബാത്റൂം ചെയ്യുമ്പോൾ ചിലർക്ക് അഴുക്ക് പിടിക്കുന്നുള്ളൊരു അതില്ല. ഇങ്ങനത്തെ ആവുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും ഇത് കഴുകുമ്പോൾ ക്ലീൻ ആവും എന്നുള്ളത്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു റസ്റ്റി ഫീൽ ആണ്. അത് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യും. ഇത് അതല്ല, കുറച്ച് സ്മൂത്ത് ഫീൽ ആയതുകൊണ്ട് നമുക്ക് വാഷബിൾ. ഇപ്പം ഇതായാലും നമ്മൾ നേരത്തെ കണ്ട പോലെ വേറെ ഒരു കളർ പാറ്റേൺ നമ്മൾ കണ്ടത് പഞ്ച് ടൈപ്പ്. ഇത് തന്നെ സെയിം നമ്മൾ ബാത്റൂം വാൾ എല്ലാം ഒരു ക്ലാസ് കളേഴ്സാണ്. ഭയങ്കര ഉദിച്ച പോലത്തെ അങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് അല്ല, നല്ല കളേഴ്സാണ് എല്ലാ ടൈൽസും വരുന്നത്. അതെ, ഇപ്പം ഇങ്ങനത്തെ കളറുകളാണല്ലോ. ഇതുപോലെ നമുക്ക് ഒരു ഇലയുടെ എഫക്ട് നമുക്ക് ബാത്റൂമിൽ ഒരു ആമസോൺ കാട്ടിൽ പോയ പോലെ. ഇതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഗ്രീനിഷ് നമ്മൾ ആയിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് റെഡ് വരുന്നുണ്ട്, റോസ് വരുന്നുണ്ട്. ഇതൊരൊറ്റ ടൈലല്ല അല്ലേ? അതെ, അതാ ജോയിന്റ്സ് അറിയില്ല ജോയിന്റ്സ് അറിയില്ല. ഇത് ഒറ്റ ടൈലല്ല കേട്ടാ, 3 ടൈലുണ്ട് ഇതില്. മനസ്സിലാവില്ലേ നമുക്ക്? പക്ഷെ ഒരൊറ്റ വാൾ പേപ്പറൊക്കെ ഒട്ടിച്ച പോലെ ഒരൊറ്റ ഇത് കിട്ടും. നല്ല രസമുണ്ട്. അത് ഇവിടെ അതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അത് ചെയ്യുന്ന ആളുകളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച്, അവരുടെ ഇമാജിനേഷൻ, അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ടൈൽസ് ഭംഗിയാക്കാം. ഫുൾ ബോഡി ടൈലാണ്. ഫുൾ ബോഡി നമുക്ക് റസ്റ്റിക്, അതായത് ടോപ്പ് ടു ബോട്ടം സെയിം ആയിരിക്കും. അതായത് മേളിലെ പാർട്ടല്ല, ഫുള്ള് ഇത് തന്നെയായിരിക്കും. അതുപോലെ പല കളർ റേഞ്ചാണ്. അതാണ് ഫുൾ ബോഡി എന്ന് പറയുന്ന ടൈപ്പ് അല്ലേ? ഫുൾ ബോഡി ടൈൽ. പിന്നെ ഇത് നമ്മുടെ 6x4 സൈസ്. ഇപ്പൊ ബിഗർ സൈസിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഫ്ലോർ. മാറ്റാണ്. മാറ്റാണ്, ഗ്ലോസി ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഗ്ലോസി ഉണ്ട്. ഗ്ലോസി പക്ഷെ ആളുകള് പറയുമ്പോൾ ഇത് നമുക്ക് മാറ്റ് കൂടുതൽ റെസ്റ്റിംഗ് വരുന്നത്. നമുക്ക് ഹെവി ട്രാഫിക് വരുന്നിടത്ത് നമുക്ക് ഇതുപോലെ ഉള്ളത് നല്ലോണം കിടക്കും കാലങ്ങളോ, ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ആണ് മാറ്റിൽ റെസ്റ്റിക് വരുമ്പോൾ. ഇത് നമുക്ക് എവിടെ കൊമേഴ്ഷ്യൽ ഏരിയ എവിടെയും നമുക്ക് യൂസ് ചെയ്യാം.
അത്ര ട്രാഫിക് വന്നാലും ഇതിനകത്ത് സ്ക്രാച്ച് ഒന്നും വരില്ല. മുൻപ് കുറച്ച് നാൾ മുൻപ് വരെ ആളുകൾ അടുക്കളയിലും വർക്ക് ഏരിയയിലാണ് മാറ്റ് ഫിനിഷ് യൂസ് ചെയ്തിരുന്നത്, ബാക്കി എല്ലായിടത്തും ഗ്ലോസ് ചെയ്തു. പക്ഷേ ഇപ്പം വീട് മൊത്തം ആളുകൾ മാറ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ചോയ്സ് മാറിക്കൊണ്ടിരിക്കുന്നു ആളുകൾ. ആർക്കിടെക്ട്സിന്റെ സജഷൻ ഇന്റീരിയർ ഡിസൈൻ സെലക്ഷൻ ഉണ്ടാവും, ഓരോരുത്തരുടെ ചോയ്സ് പോലെ ഇരിക്കും. പക്ഷേ അതെ, പക്ഷെ ബേസിക്കലി കളർ തീമിൽ നമ്മൾ കൂടുതലും ഗ്രേ, ബീജ്, വൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്. അതായിരിക്കും ടൈൽസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണുന്നത്. അതെ അതെ, അത് തന്നെയാണ് ഭംഗിയും. അതെ, മൊത്തം വീട് കാണാൻ ഭംഗി അങ്ങനത്തെ കളറാ. ഈ ടൈല് നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത് നല്ല ഗ്ലോസി ഫിനിഷ് ആണ്. നമുക്ക് ഇറ്റാലിയൻ മാർബിൾ അതേ ഒരു ടെക്സ്ചറിൽ വരുന്ന ഇതുപോലെ തന്നെ പുറകോട്ട് പല റേഞ്ചസ് ഉണ്ട്. ശരിക്കും നമ്മളൊരു മാർബിൾ ഇത് ഏറ്റവും മേലെ കിടക്കണാട്ട് ഇതുപോലെ കുറേ താഴെ കിടക്കുന്നുണ്ട്, താഴെയുണ്ട്. അപ്പൊ ഇതിന് നോക്കി, എനിക്ക് ഇതിന് അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതിന്റെ റേറ്റ് ആണ്. ഇതിന്റെ MRP 72 റുപ്പീസ്, 72 രൂപയാണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റിന് വരണുള്ളൂ. ഇത്രയും വലിയ ടൈല് അത് MRP ആണ് കേട്ടോ. അതിനേക്കാളും ഭയങ്കര ഡിസ്കൗണ്ടിലാണ് ഇവിടെ കിട്ടുക. ഈ ഇട്ടിരിക്കുന്ന റേറ്റിനേക്കാളും നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പം അത്രേ വില വരുന്നുള്ളൂ. പിന്നെ അങ്ങനെ കുറേ മോഡലുകളുണ്ട് കേട്ടോ താഴെ. ശരിക്കും നമുക്കൊരു ഇറ്റാലിയൻ മാർബിളിന്റെ അതേ ഒരു ടെക്സ്ചറിൽ കിട്ടും. അതന്നെ, ഇറ്റാലിയൻ മാർബിളൊക്കെ സ്ക്വയർ ഫീറ്റിന് എത്ര വരും? 5.5-3 വരും. 5.5 അടി നീളവും 3 അടി വീതിയും വരുന്ന വലിയ ടൈൽസുകളാണ്. 72 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നുള്ളൂ. താഴെ ഒക്കെ മാർബിളിന്റെ പോലെയാണ് ഫിനിഷ് വന്നേക്കണേ, അതിന്റെ പാറ്റേൺ. ഇത് അതിനേക്കാളും വലുതാല്ലേ, ഭയങ്കര വലുതാ. അതിന്റെ സെയിം ഗ്ലോസി ഫിനിഷ്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇത് ഈ മാറ്റ് ഫിനിഷ് നമുക്ക് ഹെവി ട്രാഫിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അത് നമുക്ക് റെസിഡൻസി യൂസ് ചെയ്യാം. ഷോപ്പുകളിലൊക്കെ ധാരാളം പേര്, അതായത് ഇപ്പൊ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ, അപ്പൊ അങ്ങനെ കേറില്ല. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വരുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ കൂടുതൽ ഷോപ്പുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളായാലൊക്കെ ആളുകൾ ഇപ്പൊ ഇതാണ് പ്രിഫർ ചെയ്യണതെന്നാണ് ഇവർ പറയണത്. ഇനി ഇത് കംപ്ലീറ്റ്ലി ഒരു വേറെ ടൈപ്പ് സാധനമാണല്ലോ അല്ലേ, വേറൊരു തരം. ഇത് അത്ര മാറ്റ് അല്ല, മാറ്റ് ഫിനിഷിനകത്ത് ചെറിയൊരു ഗ്ലിറ്ററിങ്ങിന്റെ ഇടയിലുണ്ട്. പക്ഷെ നമുക്ക് ലൈറ്റിംഗ് വന്നാലേ ഇതിനകത്ത് അറിയുള്ളൂ, ആ ഗ്ലിറ്ററിങ് മനസ്സിലാവുള്ളൂ. ഇത് ഫ്ലോറിന് തന്നെയല്ലോ ഉപയോഗിക്കുക. ഇത് പക്ഷെ ഇത്ര ഡാർക്ക് ആയതുകൊണ്ട് ചില ബാത്റൂം ഫ്ലോറിലായിരിക്കും കൂടുതൽ പോകുന്നത്. ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് കൂടി ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഈ മോഡലിൽ തന്നെ വേറെ കളറുകൾ വരുന്നു. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇപ്പൊ നമുക്ക് ഇത് ഒരു ഗ്ലോസി എഫക്ട് വരുന്നുണ്ട്. ലൈറ്റ് അടിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുപോലെ ഇതാ അവിടെ വന്നു നമുക്കത് കാണാൻ പറ്റും. ഇതുപോലെ നല്ലൊരു സെലക്ഷൻ ആവുന്ന ഒരു മേക്കപ്പാണ്. ഇതിലെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു മെറ്റാലിക് എഫക്റ്റിന്റെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഈ ഷോപ്പ് കാണിച്ചിട്ടുള്ളതാണ്. പല പ്രാവശ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ മൊത്തം മാറിയിട്ടുണ്ടായിരിക്കും. ടൈൽസിൻ്റെ ഡിസ്പ്ലേ അല്ല, എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം, നമ്മൾ കയറി വരുമ്പോഴത്തെ റിസപ്ഷൻ്റെ ഏരിയയിൽ അത് തന്നെ മാറ്റം വന്നിട്ടുണ്ടാവും. കുറച്ച് നാൾ കൂടുമ്പോൾ അതിങ്ങനെ ഒരു മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്രിയൻസ ഇന്നിപ്പോൾ ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ഈ ഒരു ഗാലറി മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മളിവിടുന്ന് പോവുകയാണ്. 10-ാം തീയതി നമ്മളിനി വീണ്ടും വരും. ഇന്നിപ്പോൾ നറുക്കെടുത്തപ്പോൾ സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വരും. നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ എന്താണ് ഷോപ്പിനെ കുറിച്ചിട്ടും ഇന്നത്തെ പരിപാടിനെ കുറിച്ചിട്ടൊക്കെ ജോമോന് പറയാനുള്ളത് നോക്കാം. നമുക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു ദിവസമാണ് നമ്മുടെ സിറ്റി സെറാമിക്സിൽ ക്രിയൻസിയും കൂടി ഒരു പാർട്ടായിട്ട് വന്നതിൽ. അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കമ്പനി നമ്മുടെ വീട്ടിലെ എല്ലാ പ്രീമിയം ബ്രാൻഡിൻ്റെ കൂടെ ക്രിയൻസിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗാലറി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു മാർക്കറ്റിൽ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ എന്നും സിറ്റി സെറാമിക്സ് ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്രിയൻസ നമ്മളിവിടെ ഇന്ന് ഗാലറി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളോട് വന്ന് നോക്കിയാൽ ടച്ച് ആൻഡ് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തോരം വ്യത്യസ്തതയുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വരണം. എല്ലാവരും വരണം. അജ്യൂസ്വെൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാം, നമ്മുടെ പ്രൈസ് ആയാലും സർവീസ് ആയാലും ക്വാളിറ്റി ആയാലും നമ്മൾ 100% എല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും അജ്യൂസ്വെലിൻ്റെ ഇവിടെ ഹാർദവുമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യും. താങ്ക് യു. അപ്പം നമ്മൾ ഫെബ്രുവരി 1-ാം തീയതി വന്നിട്ട് നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പോയി. ഇപ്പോൾ 10-ാം തീയതി വന്നിരിക്കുകയാണ്.
കാരണം ഇത്രയ്ക്കധികം സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ദിവസം വേണമല്ലോ. അപ്പോൾ 10-ാം തീയതിയാണ്. അപ്പോൾ ചിലരൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് അവർക്കുള്ള ഒഴിവുള്ള സമയം നോക്കിയിട്ട് ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോയിട്ടുണ്ട്. മെയിനായിട്ടുള്ള നമ്മുടെ 1ാം സമ്മാനം 2ാം സമ്മാനം ബാക്കിയുള്ള സമ്മാനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ ദിവസമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 12 മണി സമയത്താണ് ഇങ്ങോട്ട് സിറ്റി സെറാമിക്സിലേക്ക് വന്നിട്ടുള്ളത്. ഈ സമയത്ത് ഇവിടെ 3 പേരാണ് വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള പലരും പല സമയങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്, അവരുടെ ഒഴിവ് പോലെയുള്ള സമയങ്ങൾ. അപ്പോൾ ആ 3 പേർക്ക് കൊടുക്കുന്നത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണിക്കാം. പിന്നെയുള്ളവർ അവർക്ക് ഒഴിവുള്ളപ്പോൾ ഒന്ന് വാങ്ങിയിട്ട് പോട്ടെ. അങ്ങനെ കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായാലും അതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം വന്നപ്പോഴായാലും ഇവിടെ സ്കൂട്ടറും എല്ലാ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. സ്കൂട്ടർ നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുപോയി അതായത് കുറച്ച് അതിൻ്റെതായ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു വണ്ടി കൊടുക്കുമ്പോൾ. അപ്പോൾ ഷോറൂമിൽ നിന്നായിരിക്കും കസ്റ്റമർക്ക് ആൾക്ക് നമ്മളുടെ ഇവിടെ സമ്മാനം കിട്ടിയിട്ടുള്ള ആൾക്ക് വണ്ടി കൊടുക്കുന്നത് ഷോറൂമിൽ നിന്നായിരിക്കും കൊടുക്കുക. ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിട്ട് വരണേ. ആ അപ്പോൾ അവർ ഷോറൂമിലേക്ക് വണ്ടി കൊണ്ടുപോയി. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ വണ്ടി കൊടുക്കും. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ബാക്കിൽ വണ്ടി കാണാത്തത്. പിന്നെ നമ്മളുടെ ഈ 1ാം സമ്മാനം കിട്ടിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് അബ്ദുൾ ഗഫൂർ മൊയ്തീൻ ആണ്. ഒരുമനയൂരുള്ള ആളാണ്. അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ ആൾക്ക് ഇപ്പം അത് വാങ്ങിക്കാൻ വരാൻ പറ്റില്ല. അതുകൊണ്ട് ആളുടെ ആർക്കിടെക്റ്റാണ് ആൾക്ക് വേണ്ടി വാങ്ങാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ. രണ്ടാം സമ്മാനം കിട്ടിയിട്ടുള്ള ഭാഗ്യവാൻ വടക്കാഞ്ചേരിയിലുള്ള ജയ്, അദ്ദേഹത്തിനെ നമ്മൾ ക്ഷണിക്കുന്നു. തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീനാണ്. അത് കിട്ടിയിട്ടുള്ളത് പൂങ്കുന്നത്തുള്ള സന്ദീപ് PS ആണ്. ഇത് വാഷിംഗ് മെഷീൻ്റെ ബില്ല്, വാറണ്ടി കാർഡ്, അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ്റെ അതന്നെ, അത് നമുക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞല്ലോ എല്ലാവർക്കും വരാൻ പറ്റില്ല, ഒഴിവില്ല. കുറേ പേരൊക്കെ ഇനി വൈകുന്നേരമൊക്കെയാണ് വരാം. അപ്പം ഇപ്പം ഇനി വന്നിട്ടുള്ളത് സക്കറിയ, ആൾക്ക് കിട്ടിയിട്ടുള്ള സമ്മാനം എന്താണ്? മൊബൈൽ ഫോണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കൽ കഴിഞ്ഞു. ഇനിയുള്ളവർ വന്ന് വാങ്ങിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അവർക്കൊക്കെ ഒഴിവുള്ള സമയം നോക്കിയിട്ട് നമുക്ക് വന്നിട്ട് അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളവരെ നമ്മൾ കാണിച്ചു. അപ്പോൾ സമ്മാനം കൊടുക്കൽ, സമ്മാന പദ്ധതിയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ആരും വരാതിരിക്കരുത്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഓഫർ ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചാനൽ കാണുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്. ഉള്ള ഡിസ്കൗണ്ട് കൂടാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വീട് പണി നടക്കുന്നവർ, ഫ്ലോറിംഗ് ഒക്കെ തുടങ്ങുന്നവരൊക്കെ എല്ലാവർക്കും സ്വാഗതം. പുതിയ മോഡൽ, ഇഷ്ടംപോലെ മോഡൽ ടൈൽസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം.